ലാലേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ പേരിൽ ഇവർക്കൊരു ശിക്ഷ കിട്ടും. കൺഫെഷൻ റൂമിലിരുന്ന് ബിഗ് ബോസ് പലതവണ പറഞ്ഞിട്ടും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും കൺഫെഷൻ റൂമിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസും അക്ബറും. ബിഗ് ബോസ് ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു, പിന്നീട് ദേഷ്യപ്പെട്ട് പറഞ്ഞു. അങ്ങനെ ദേഷ്യപ്പെട്ട് പലതവണ 4-5 തവണ ദേഷ്യപ്പെട്ട് പറഞ്ഞു. നിങ്ങളോട് നിർത്താനല്ലേ പറഞ്ഞതെന്ന് ബിഗ് ബോസ് റിപ്പീറ്റ് ചെയ്ത് 5-6 തവണ പറഞ്ഞേ പിന്നെയാണ് ഇവരൊന്ന് സംസാരം നിർത്തിയത്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് വീണ്ടും എന്തെങ്കിലുമൊക്കെ പറയും. ഇവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. സംഭവം അവിടെ ഒരു വലിയ ഫൈറ്റ് ഉണ്ടാവുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അക്ബറും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും പൂര തെറിവിളിയായിരുന്നു. അക്ബർ ഷാനവാസിനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, അതൊക്കെ പോയി നിൻ്റെ വീട്ടിലിരിക്കുന്ന തന്തേനെ പോയി വിളിക്കടാ എന്ന് ഷാനവാസ് പറഞ്ഞു. അപ്പോൾ അക്ബർ ഒട്ടും വിട്ടുകൊടുത്തില്ല. അക്ബർ വീണ്ടും പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഉടനെ തന്നെ ഇവർ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫിസിക്കൽ അസോൾട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോവുകയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് ഇവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും വേണ്ട കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവർ കൺഫെഷൻ റൂമിൽ വെച്ച് അടി ഉണ്ടാക്കുകയാണ്. ഇത് ബിഗ് ബോസ് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇവരെ പിടിച്ച് വായ അടപ്പിച്ച് വെക്കാൻ അവിടെ ആരുമില്ല. അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പറയാനല്ലാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു പരിധിയില്ലേ. അങ്ങനെ കുറേ തവണ പറഞ്ഞത് പിന്നെ മിണ്ടാതിരിക്കുന്നു. പിന്നെ ബിഗ് ബോസ് ചോദിക്കുന്നത്, നിങ്ങളെന്താ കൊച്ചു കുട്ടികളാണോ? നിങ്ങളെ വിളിപ്പിക്കാൻ മാത്രമേ ഇവിടെ നേരമുള്ളല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്നും നിങ്ങളെ വിളിപ്പിക്കാനായിട്ട് ഒരു സമയം ഞാൻ കണ്ടെത്തി വെക്കാം. നിങ്ങളെ എന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചാലും അന്ന് തന്നെ ഇവിടെ കൺഫെഷൻ റൂമിൽ ഇരുന്ന് വരെ അടി ഉണ്ടാക്കുന്നു. എന്നിട്ട് കുറച്ച് നേരം മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ട് പോകുന്നു. പിറ്റേ ദിവസം വഴക്കുണ്ടാക്കുന്നു. വീണ്ടും തിരിച്ച് കൺഫെഷൻ റൂമിലേക്ക് തന്നെ വരുന്നു. എന്തിനാണ് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത്? വേറെ എന്തെല്ലാം ഗെയിമുണ്ട്. ഇതല്ല ഷാനവാസ് ഗെയിം, ഇതല്ല അക്ബറെ ഗെയിം എന്ന് ബിഗ് ബോസ് പലതവണ പറഞ്ഞു കൊടുക്കുന്നു. ഇത് ലാലേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ട് ചോദിക്കും. കാരണം ബിഗ് ബോസിനെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ കൺഫെഷൻ റൂമിലിരുന്ന് ബിഗ് ബോസ് പറഞ്ഞതിനെതിരായിട്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അക്ബറും ഷാനവാസും കൺഫെഷൻ റൂമിലിരുന്ന്. ഇതെന്തായാലും ലാലേട്ടൻ പൊക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. രുദ്രനൊക്കെ കളിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ കൺഫെഷൻ റൂമിലിരുന്ന് ബിഗ് ബോസിനെതിരായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പണി കിട്ടും. അത് അക്ബറും ശരി തന്നെയാണ്. അവർ രണ്ടുപേരും നിർത്തിയില്ല. ഇതിൻ്റെ പേരിൽ ഒരു ശിക്ഷ ഉറപ്പായിട്ടും കിട്ടുന്നതെന്ന് 100% ഉറപ്പാണ്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ്